പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി ഒരു നിർജീവമായ എക്കണോമിയാണോ? അല്ല. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യയുടെയും റഷ്യയുടെയും സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥിതി ഒരു നിർജീവമായ അഥവാ മരിച്ചതിന് തുല്യമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണെന്ന് പ്രതിപാദിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെ പാടെ തെറ്റാണ്. അമേരിക്ക തീരുവ കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സംഭവിക്കുന്നത് ഇന്ത്യൻ കമ്പനികൾക്കും ഇന്ത്യൻ വ്യവസായികൾക്കും മാത്രമാണോ? ഒരിക്കലുമല്ല. അമേരിക്കയെ നാം എത്രത്തോളം ആശ്രയിക്കുന്നുണ്ട് വ്യാപാര കാര്യങ്ങൾക്ക്, അത്രത്തോളം തന്നെ ഒരു പക്ഷെ അതിലുപരി ഇന്ത്യയെ അമേരിക്ക ആശ്രയിക്കുന്നുണ്ട്, അമേരിക്കൻ കമ്പനികൾ ആശ്രയിക്കുന്നുണ്ട്, കോടികൾ ഇവിടുന്ന് കൊയ്യുന്നുമുണ്ട്. അപ്പോ അതിനെക്കുറിച്ചാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ലോക രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എക്കണോമി എങ്ങനെയാണ് പോകുന്നത് എന്ന് വിശദീകരിക്കുവാനും, അതേപോലെ തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മളെ എത്രത്തോളം ആശ്രയിക്കുന്നുണ്ട്, നാം തിരിച്ചും ആശ്രയിക്കുന്നുണ്ട് എന്നൊക്കെയൊരു ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ ക്ഷമയോടെ കേട്ടിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് 25% തീരുവ, അത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തിയില്ലെങ്കിൽ 50%, പിന്നെ അതിന് ഒരു പിഴ പെനാൽറ്റി ഒക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ആകെ അമേരിക്ക പ്രഖ്യാപിച്ചത് ഇന്ത്യക്കും ബ്രസീലിനും മാത്രമാണ് 50% തീരുവ. പക്ഷെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഇന്ത്യയാണോ? ഒരിക്കലുമല്ല. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത്, ഈ യുക്രൈൻ വാറിന് ഇടയിൽ വാങ്ങുന്നത് നമ്മുടെ ചൈനയാണ്. 36% കൂടി അവരുടെ ടോട്ടൽ ഉപയോഗത്തിന് 36% റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. അത് മാത്രമല്ല, അവരത് ഈ എണ്ണ വാങ്ങി സംഭരിച്ച് മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് മറിച്ചടിച്ച് വളരെയധികം ലാഭം കൊയ്യുന്നുണ്ട്. അതും ഡോളറിലാണ് ഇവർ വാങ്ങുന്നത് എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ ഇന്ത്യ ഏകദേശം ഒരു 26%, 28% ഇടയിലാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത്. നാം അത് പക്ഷെ ഡോളറിലല്ല നമ്മുടെ വിനിമയം, ഇന്ത്യൻ രൂപയിൽ തന്നെയാണ് നാം വിനിമയം നടത്തുന്നത് എന്നാണ് സത്യം. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ വാദം റഷ്യക്ക് ഡോളർ കിട്ടുന്നത് ഇന്ത്യ വാങ്ങുന്നത് കൊണ്ടാണ് എന്നൊക്കെയാണ്. പക്ഷെ അല്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ ചൈനയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ഉപരോധം കൊടുക്കാത്തത്? അപ്പോൾ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ടാകും. കാരണം ചൈന തിരിച്ചും US തീരുവ പ്രഖ്യാപിച്ചു. അതൊന്നുമല്ല യഥാർത്ഥ കാരണം. യഥാർത്ഥ കാരണം അവർ ശരിക്കും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മളുടെ കാർഷിക അതേപോലെ തന്നെ മറ്റുള്ള മേഖലകൾ, ക്ഷീരമേഖലകളൊക്കെ അമേരിക്കയ്ക്ക് ലിബറലായി തുറന്നു കൊടുക്കണം. അതായത് നമ്മുടെ സാധാരണക്കാരായ കർഷകർക്കും ഒരു ഇപ്പോൾ കിട്ടുന്ന വരുമാനം നേർപകുതിയായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ നികുതികളുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത്. പക്ഷെ ഇന്ത്യ എടുത്ത നിലപാട് എന്താ? നാം നമ്മുടെ കർഷകരുടെ എപ്പോഴും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ നമ്മുടെ ഭരണാധികാരികളും മറ്റും പറയുന്നത്, രാജ്യത്തെ കർഷകരുടെയും ചെറുകിട വ്യവസായികളുടെയും ആ ക്ഷീരോത്പാദിപ്പിക്കുന്നവരുടെയൊക്കെ ഒരു നെഞ്ചത്തടിച്ചുകൊണ്ടൊരു നിലപാട് ഇന്ത്യ ഒരിക്കലും സ്വീകരിക്കില്ല, അമേരിക്കക്ക് വഴങ്ങിയില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ നിന്ന് പോകുമ്പോൾ തീരെ നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്നവരുടെ നെഞ്ചത്തടിച്ചുകൊണ്ട് ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്നൊക്കെ പറയുന്നത്? കാരണം ഇതിനകത്തൊരു കരാറിൽ, അമേരിക്ക എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കരാറിൽ ഒരു ഭാഗമുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാർഷിക മേഖലയ്ക്ക് അവർ ലിബറൽ ആയിട്ടുള്ള ഒരു നികുതി ഇളവാണ് ആവശ്യപ്പെടുന്നത്. അതായത് ശരിക്കും പറഞ്ഞ ഫലത്തിൽ നികുതി ഇല്ലാത്ത ഒരവസ്ഥ, ഒരു നാമമാത്രമായ നികുതി. അത് നാം സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റഷ്യൻ എണ്ണയുടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആ ഒരു വിഷയമൊന്നും ചിലപ്പോൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യയുടെ ഒരു ചത്ത അല്ലെങ്കിൽ ഒരു നിർജീവമായ ഒരു സാമ്പത്തിക സ്ഥിതിയാണോ? ഒരിക്കലുമല്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ ശാസ്ത്രജ്ഞൻ, അതായത് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജെഫ്രി സാക്സ് പറയുന്നത് അനുസരിച്ച് ഇന്ത്യ ഈ ഒരു തീരുവ നിലപാടിൽ എടുത്ത ആ ഒരു നിലപാട് വളരെയേറെ പ്രശംസനീയമാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ ആ ഒരു മണ്ടത്തരമാണ് ഇതിലൂടെ വെളിവായത്. കാരണം ഇന്ത്യ എത്രത്തോളമാണോ അമേരിക്കയെ ഒരു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആശ്രയിക്കുന്നു, അതേപോലെ തന്നെ അമേരിക്കയും ഇന്ത്യയെ ആശ്രയിക്കുന്നു. ഇന്ത്യക്കാരുടെ വിശ്വാസമല്ലേ അമേരിക്ക കളഞ്ഞത്? ശരിക്കും ആദ്യം നമുക്ക് നമ്മുടെ ഒരു ചത്ത അല്ലെങ്കിൽ ഒരു നിർജീവമായ ഒരു സാമ്പത്തിക പരിസ്ഥിതിയാണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്കണോമി വളരെ ഒരു ചലനാത്മകമാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. ചില റിപ്പോർട്ടുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം. ആ ഒരു റിപ്പോർട്ടുകൾ അനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മളുടെ ഒരിക്കലും ഒരു നിർജീവമായ ഒരു സാമ്പത്തിക
സ്ഥിതിയല്ല, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി ഒരിക്കലും നിർജീവമായ ഒരു എക്കണോമി അല്ല എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ത്യ ഇന്ത്യ അമേരിക്ക ഒരു 2024-2025 വർഷത്തിൽ 131.8 ബില്യൺ ഡോളറിന്റെ ഒരു ട്രേഡ് ആണ് നടന്നത്. വരും വർഷങ്ങളിൽ അത് ഏകദേശം 500 ബില്യൺ ഡോളറിന്റെ എങ്കിലും വ്യാപാരം നടക്കണമെന്നാണ് ആ ഒരു ഇന്ത്യനും അമേരിക്കയും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അമേരിക്കയും ഇന്ത്യയും ഒരേപോലെ തന്നെ പരസ്പര പൂരകങ്ങളാണ്. അതായത് ഇന്ത്യ അമേരിക്കയെ എത്രമാത്രം ആശ്രയിക്കുന്നു, അത്രയും അമേരിക്ക ഇന്ത്യയെയും ആശ്രയിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോ നമുക്ക് ഇതിന്റെ കണക്കുകളിലേക്ക് കൊണ്ടുവിടുക. അപ്പോ അപ്പോ നമുക്ക് ഇതിന്റെ കണക്കുകളിൽ നിന്ന് എടുക്കാം. ഇന്ത്യയുടെ GDP, അതായത് 2014-2015 ഇന്ത്യയുടെ GDP മൂല്യം 106.57 ട്രില്യൺ രൂപയായിരുന്നു. അതിപ്പോൾ 2024-2025 വന്നപ്പോൾ 331.03 ട്രില്യൺ ഡോളർ അല്ല രൂപയായി മാറുകയുണ്ടായി. എത്രമാത്രം വളർച്ചയാണ് ഈ ഒരു 10 വർഷം കൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കുന്നത്? നമ്മളുടെ GDP-യിൽ തന്നെ, നമ്മുടെ എക്കണോമിയിൽ എത്രമാത്രം വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്? മറ്റുള്ള കണക്കുകൾ നോക്കാം. ഇന്ത്യയിലേക്കുള്ള FDI, അതായത് 2 ദശാബ്ദത്തിനിടെ 20% വർദ്ധിച്ചു. 20%അല്ല, 20 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. GDP വളർച്ചാ നിരക്ക് മെച്ചപ്പെടുത്തുകയും വലിയ സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ഇന്ത്യ തുടർച്ചയായി ഒന്നാമതാവുകയും ചെയ്തു. കയറ്റുമതി മൂല്യം ഒരു ദശാബ്ദത്തിനിടെ 468 ബില്യൺ ഡോളറിൽ നിന്ന് 825 ബില്യണിലെത്തി. അതായത് 10 വർഷം കൊണ്ട് ഏകദേശം ഇരട്ടിയോളം എത്തി. വാണിജ്യ സേവന കയറ്റുമതികൾ വൻതോതിൽ കൂടി എന്ന് തന്നെയാണ് നാം ഈ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത്. ഇന്ത്യയെ റഷ്യയും ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വിളിച്ചെങ്കിലും പക്ഷേ കണക്കുകൾ അപ്പൊ വ്യക്തമാക്കുന്നത് നേരെ മറിച്ചാണ് എന്ന് തന്നെയല്ലേ നാം വിശ്വസിക്കേണ്ടത്? ജപ്പാനെ പിന്തള്ളി 4.19 ട്രില്യൺ ഡോളർ മൂല്യവുമായി ഇന്ത്യ ഈ വർഷം ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി. ജപ്പാനെ പിന്തള്ളി 4.19 ട്രില്യൺ ഡോളർ. ഇത് ഞാൻ പറയുന്ന കണക്കല്ല, ഔദ്യോഗികമായി, അതായത് ലോകത്തിലെ ഇതിന്റെ ഒരു സർവേ നടത്തുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അസസ് ചെയ്യുന്ന ആ ഒരു ഏജൻസികൾ നൽകുന്ന വിവരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇനി ഇന്ത്യയുടെ മുന്നിലുള്ളത് ജർമ്മനി 4.74 ട്രില്യൺ, ചൈന 19.23 ട്രില്യൺ, അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി 30.50 ട്രില്യൺ. ഇവ മാത്രമാണ്, അതായത് ജർമ്മനി, ചൈന, അതായത് പിന്നെ നമ്മുടെ അമേരിക്ക, ഈ 3 രാജ്യങ്ങളുമാണ് ഇന്ത്യക്ക് മുൻപിൽ ആ ഒരു ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും വലിയ അതായത് സാമ്പത്തിക വ്യവസ്ഥയായി നിലകൊള്ളുന്നത്. അപ്പൊ ഇന്ത്യ 4ാമതല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ചത്ത അല്ലെങ്കിൽ ഒരു നിർജീവമായ ആ ഒരു സമ്പദ് വ്യവസ്ഥയാകുന്നത്? ഒരിക്കലുമില്ല. 2030 ഇന്ത്യ 7.3 ട്രില്യൺ ഡോളർ മൂല്യവുമായി ജർമ്മനിയെയും പിന്തള്ളി 3ാമതാകുമെന്നാണ്, അതായത് എക്സ്പെർട്സ്, അതായത് ഈ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് ഒരു എക്സ്പെർട്സ് പറയുന്നത്, ജർമ്മനിയെയും പിന്തള്ളി 2030 7.3 ട്രില്യൺ ഡോളറുമായി ഇന്ത്യ ഒന്നാമതെത്തും. നമ്മുടെ സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയിൽ 3ാമത്തെ സ്ഥാനം കരസ്ഥമാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ എന്തിന്റെ ബേസിലാണ് ഇന്ത്യ ഒരു നിർജീവമായ സമ്പദ് വ്യവസ്ഥയാണെന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പരിമിതമായ അറിവുകൾ വെച്ചിട്ടാണോ ഈ പറയുന്നത്? തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഞാനൊരു ഇതിനകത്തൊരു എക്സ്പെർട്ട് ഒന്നുമില്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയുന്നു. അപ്പൊ അതല്ല, രണ്ടാമത്തെ കാര്യം ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയെ എങ്ങനെ തളർത്താൻ ശ്രമിച്ചാൽ അമേരിക്കൻ കമ്പനികൾക്കും പണി കിട്ടും. ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് കോടികൾ കൊല്ലുന്ന അമേരിക്കൻ കമ്പനികളുണ്ട്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആമസോൺ, KFC, ഗൂഗിൾ, ടെസ്ല, അങ്ങനെ നിരവധി കമ്പനികൾ, ആപ്പിൾ, കൊക്കക്കോള, അഡോബി, അമേരിക്കൻ എക്സ്പ്രസ്, പെപ്സിക്കോ, ജില്ലറ്റ്, ഗൂഗിൾ, IBM, ഇന്റൽ, മക്ഡൊണാൾഡ്സ്, മൈക്രോസോഫ്റ്റ്, മോർഗൻ സ്റ്റാൻലി, ഇതൊക്കെ അമേരിക്കൻ കമ്പനികളാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളെയും നിങ്ങൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും. അവരുടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നിങ്ങൾ എന്ത് വന്നാലും ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ് സാധ്യത. അപ്പോ തീരുവയെ ചൊല്ലി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടായാൽ ബാധിക്കുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രമാണോ? നാം ഇതില്ലെങ്കിലും സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷനിലായിട്ട് വരും. അപ്പോ ഈ ഒരു അമേരിക്കൻ കമ്പനികൾക്ക് കൂടിയാണ് ഈ ഒരു തീരുവ പ്രശ്നത്തിൽ ഡൊണാൾഡ് ട്രംപ് നമുക്കിട്ട് മാത്രമല്ല പണി തരുന്നത്, അവർക്കിട്ടും കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ, ഇത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം അമേരിക്കയെ ഉദ്ധരിക്കുക ഒന്നുമല്ല,
അതായത് നിങ്ങൾക്കറിയാമോ 2016 തോന്നുന്നു ഇദ്ദേഹം പ്രസിഡന്റ്. അതിക്ക് മുമ്പ് ബരാക് ഒബാമ പ്രസിഡന്റ് ആയപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു വളരെ വലിയൊരു ബിസിനസ് മാൻ ആയിരുന്നു. അദ്ദേഹത്തെ വളരെ നിശിതമായി വിമർശിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് ഇയാൾ ഒരു പാർട്ടിയുടെ തലപ്പത്ത് വരികയും മത്സരിക്കുകയും പ്രസിഡന്റ് ആവുകയും ചെയ്യും. ഒരുപാട് കാശുണ്ട്, വളരെ വലിയ ബിസിനസ്സാണ്. ട്രംപ് ടവർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അതിനെപ്പറ്റിയൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോ അങ്ങനെയാണ് അത്. അപ്പൊ ഇയാൾ ഭയങ്കര അങ്ങനെ ഒരു ഈഗോ ഉള്ള ഒരു ക്യാരക്ടർ, ഒരു ആറ്റിറ്റ്യൂഡിന് ഉടമയാണ് അദ്ദേഹം. അപ്പോ ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു 8 മാസത്തിന് ശേഷം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഒബാമയ്ക്ക് കിട്ടുകയുണ്ടായി. അപ്പോ താനും അതിന് അർഹനാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒബാമയേക്കാൾ മേലെ വരണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു വൈകാരികമായ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് സൈക്കാട്രിസ്റ്റും എക്സ്പെർട്സ് ഒക്കെ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾക്ക് ഒരു സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഒരു പക്ഷെ ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല അല്ലേ? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഏതായാലും ട്രംപ് ഇപ്പോ ലാസ്റ്റ് നടന്നത് വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട്, പക്ഷെ അത് കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാൻ പറയാൻ ക്ഷമയോടെ കേൾക്കണമെന്ന്. ഒരു ലാസ്റ്റ് പുടിനും ട്രംപും ഒരു കൂടിക്കാഴ്ച നടത്തി. ഉക്രൈനെ ഇത്ര നാളായിട്ട് യുക്രൈനെ ഇവർ ഭയങ്കര സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം ട്രംപിന്റെ റിലയബിൾ സോഴ്സിൽ നിന്നുള്ള USA ഒരു നിലപാടൊക്കെ മാറി. അതായത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഇന്ന് തീർത്തു കഴിഞ്ഞാൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടും. അപ്പോ യുക്രൈന് 2 നാറ്റോ പ്രവേശനമായിരുന്നു യുക്രൈൻ ആഗ്രഹിച്ചിരുന്നത്, അതില്ല. പിന്നെ റഷ്യ പിടിച്ചെടുത്ത കുറെ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം, അതാണ്. അത് 2 അജണ്ടയിലേ ഇല്ല. അവസാനം യുക്രൈൻ പുറത്തും റഷ്യയും അമേരിക്കയും ഒന്നാകുന്ന ആ ഒരു ഇതാണ് ഇന്റർനാഷണൽ വാർത്താ ഏജൻസികളുടെ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ട്രംപിന്റെ ഒരു ലക്ഷ്യം ഇതാണ്, അതായത് പേഴ്സണൽ ഇതിനു വേണ്ടിയാണ്. പിന്നെ അമേരിക്കയുടെ ഈ തീരുയുദ്ധത്തിന് പിന്നിൽ ഇത്തരം ഒരു കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. അത് ഞാൻ നിങ്ങളുമായി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഞാൻ ഇതിനകത്ത് എന്താ പറയുന്നത്, ഒരു മാസ്റ്റർ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റണം, നിങ്ങൾക്ക് ആരോഗ്യകരമായ നല്ല നല്ല വിമർശനങ്ങളായ ഒരു കമന്റുകൾ വരാം, അത് ഏതെല്ലാം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്തരം വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള എൻ്റെ ഒരു പ്രസന്റേഷനും വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്റേതായ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ട് കമന്റ് ചെയ്യുമ്പോൾ ആ ഒരു തെറ്റുതിരുത്തൽ കൂടിയാണല്ലോ ഇത്, അല്ലേ? അറിയുവാനും, പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വാദിക്കല്ല, ശ്രീനാരായണ ഗുരു എല്ലാം തോന്നുന്നു സഹോദരയ്യപ്പനാണെന്ന് തോന്നുന്നു, വാദിക്കാനും ജയിക്കാനും അല്ല, ഇത് അറിയുവാനും അറിയിക്കുവാനും വേണ്ടിയുള്ളതാണ്. അതായിരിക്കണം വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവുകൾ എന്നായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ പ്രിയപ്പെട്ടവരെ, അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് വരെ, അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബൈ.